ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ആ സരസുവോ? ഞാനിന്ന് മീറ്റിങ്ങിന് വരുന്നില്ല കേട്ടോ. അതെ, നിന്റെ കുഞ്ഞിരാമന്റെ സ്കൂൾ കലോത്സവാടോ. ആ ഇപ്പൊ കുട്ടികളെ പഠനം പോലെ തന്നെ ഇപ്പൊ അത് ഓൺലൈനിലാ. ഇതെന്താ ഓടോടി നൃത്തത്തിന്റെ ഡ്രസ് ഒരേ സമയം എല്ലാ പരിപാടിയും കൂടി ഒന്നിച്ച് നടത്തുമ്പോൾ പ്രശ്നം അതി. ആ നന്നായി കളിച്ചില്ലെങ്കിൽ ആ രാജേഷ് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് വന്നാലേ ഞാൻ തന്നെ വരും. ഒന്നാം സ്ഥാനത്ത് വരും. അല്ലെ നമ്പർ വെച്ചോ? നമ്പറോ? നമ്പർ കിട്ടിയ ഇതൊന്ന് മാറ്റി തരാൻ കഴിയോ? എടാ അതാരും അറിഞ്ഞു തരുന്നതാ അവര്. ഓൺലൈൻ നാടോടി നൃത്ത മത്സരം ആരംഭിക്കുകയാണ്. ഇവിടെ അയാൾക്കടുത്ത് ജെന്യുവിനാ, ജഡ്ജ്മെന്റ് ഒക്കെ ജെന്യുവിനാ. ഓൺലൈൻ നാടോടി നൃത്ത മത്സരം ആരംഭിക്കുകയാണ്. ചെസ് നമ്പർ 9. സോറി. ഇതായി പോരാ. അയ്യോ അതിനെ പാട്ട് കിട്ടിയെന്ന് ഡാൻസ് തീർന്നില്ലടോ. സ്റ്റെപ്പ് മറന്നുപോയി. എങ്ങനെ സ്റ്റെപ്പ് മറന്നുപോയി? എനിക്കിതിനെ ചില്ലായി നിൽക്കുന്നേ. ഓൺലൈനിലല്ലേ, നെറ്റ് സ്ലോ ആന്ന് പറയാ. അല്ല കഴിക്കാൻ പറ്റിയേ വെള്ളത് കണ്ടോ? ബ്രൗസിംഗ് ബ്രൗസിംഗ് ആണേ. എന്താ ഇവിടെ നല്ല കാറ്റ് മഴയാണ് ചേച്ചട്ടെ. ഇതിനേക്കാൾ ഓവറാവില്ലേ? അയ്യോ 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 ഇതെന്താ ഇവരിങ്ങനെ? അയ്യോ ഈ പേടിക്കണ്ട, ഈ നന്നായി കളിച്ചിരുന്നു. എനിക്ക് എന്തായാലും ഒന്നാം സ്ഥാനം കിട്ടും ഉറപ്പാ. എനിക്ക് തോന്നുന്നേ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ ഇതിനേക്കാളും കൂടുതൽ കളിച്ചങ്ങളാ. ഓൺലൈൻ നാടോടി നൃത്ത മത്സരം ഫല പ്രഖ്യാപനം. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 6. ഇവിടെ പൊട്ടാണ് 6 പറഞ്ഞത്. എന്താ നമ്പർ 9? അയ്യോ ഇവരെന്ത് ജഡ്ജ്മെന്റ്? ജെന്യൂൻ അല്ല ജഡ്ജ്മെന്റ്. അത് തന്നെ കലാമണ്ഡലം രാധാകൃഷ്ണൻ മാഷേ, നിങ്ങൾ ജെന്യൂൻ അല്ല കേട്ടോ. അല്ല നിങ്ങൾ ഈ കുട്ടിയോടെ കിടന്ന് കളിക്കുന്നത് നിങ്ങൾ ആരും കണ്ടില്ല? നിങ്ങൾ 1ാം സ്ഥാനം കൊടുത്ത കുട്ടീനെക്കാട്ട് എത്ര നന്നായിട്ടാന്നറിയുമ്പോ ഇവിടെ കളിച്ചത്. അല്ല തലറങ്ങി വീഴും. അയ്യോ എന്റെ കുട്ടി തലറങ്ങി വീണ് കണ്ടോ? എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയാം എന്റെ കുട്ടീനെ ഞാൻ ഇവിടെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തെരുവില് ഭ്രാന്തനായിക്കൾ ഓടി കളിക്കും പോലെ അല്ലേ ഇവിടെ കിടന്നിന്റെ മോൻ കളിച്ചേ? അങ്ങനെയൊന്നും പറയും. പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ എന്തോ വലിയ എന്തോ ഇത് വൃത്തിയായിട്ട് എന്തോ സാധന. എടാ എനിക്ക് നല്ല പവർ ഉണ്ട് എന്നുള്ള പറഞ്ഞതാ. അങ്ങനെയാണ് പറഞ്ഞത്. പറഞ്ഞു കൊടുക്കടാ. എന്താ ഞങ്ങളെ വിചാരം? പറഞ്ഞു കൊടുക്കടാ. എന്താ അറിയാ? പറഞ്ഞു കൊടുക്ക. അറിയോ? 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 നിങ്ങൾക്കറിയോ? എനിക്കറിയോ? നിങ്ങൾക്കറിയോ? ഡയലോഗ് അടിച്ചു. പറഞ്ഞു ട്യൂഷൻ ക്ലാസ് പുറത്താക്കിയ കാര്യം ഞാനും പറഞ്ഞു. മനസ്സിലായില്ലേ മക്കളെ? നാടകത്തെ എന്താന്ന് മനസ്സിലായില്ലേ? വലിയ കളി നമ്മളോട് കളിക്കണ്ട. നമ്മൾ അത്ര വലിയ കുടുംബം ഒന്നല്ല. നമ്മളെ കൊറേ കണ്ടതാ. അമ്മ വേണ്ടേ? ഞാനേ ഇതോടുകൂടി ഇതാക്കാൻ പോവാ. നിർത്താൻ പോവാണേ. ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത കലാപരിപാടികളാണ് ഇങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ആഭാസന്മാരെ ജഡ്ജസിന് മുന്നിൽ ഞാൻ നാടകത്തെ കളിച്ചപ്പോഴേ നഷ്ടപ്പെടുന്നതിന്റെ യഥാർത്ഥ കലാരൂപങ്ങളാണ് ഞാന് നിർത്താൻ പോകുന്നത്. വാടകയ്ക്ക് എടുത്ത സാധനം ഒരു സ്ഥലത്തും ജയിക്കാൻ സമ്മതിക്കത്തിട്ടോ. കിട്ടുങ്ങളെ കണ്ടില്ലേ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്റെ മോൻ ഇവിടെ കളിച്ചത്. ഇനി ഒരിക്കലും ഇനി കലാരംഗത്തേക്ക് വരൂലെന്നാ പറഞ്ഞത്. എത്ര വിഷമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു കലാകാരനെ കണ്ണനെ കണ്ടതും കാലിന് വയ്യാത്ത എന്റെ രൂപം ഞാൻ എന്തത് മോണാക്ട് തുടങ്ങിയോ? ഒന്നിവിടെ പൊട്ടി ചീഞ്ഞു കുത്തിരിക്കുമ്പോഴേ എന്റെ മോണാക്ട് കുഞ്ചി രാമ